പാകിസ്ഥാൻ കടം കയറി സാമ്പത്തികമായി തന്നെ തകർന്നു എന്നതിന്റെ നേർചിത്രം കാണിക്കുന്നതാണ് അവരുടെ സൈക്കിൾ ആംബുലൻസ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. എന്നാൽ ലോകത്തിന് മുന്നിൽ വീണ്ടും പാകിസ്ഥാൻ ഈ സൈക്കിൾ ആംബുലൻസ് കാരണം പരിഹാസ്യരാവുകയാണ്. ഇത്രയും തിരക്കേറിയ നഗരത്തിൽ വേണ്ട വിധത്തിലുള്ള ആരോഗ്യ സംവിധാനം ഒരുക്കാൻ പോലും സർക്കാരിന്, അതായത് സൈനിക മേധാവി അസീം മുനീറിനോ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോ കഴിയുന്നില്ല എന്ന ആക്ഷേപം ഇവിടെ ഇപ്പോഴും ഉയർന്നു കേൾക്കുകയാണ്. അതായത് ഒരു രോഗിക്ക് ഒരു അസുഖം വന്നാൽ ഈ ഒരു സൈക്കിളിലേറ്റി വേണം ആ ഒരു ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കാൻ. അതുമാത്രമല്ല, പാകിസ്ഥാനിലെ കറാച്ചി പോലുള്ള അതീവ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന നഗരത്തിൽ അടിയന്തര ചികിത്സ വായിക്കുന്നത് ഒഴിവാക്കാനാണ് റെസ്ക്യൂ 1122 പദ്ധതിയുടെ ഭാഗമായി തന്നെ സൈക്കിൾ ആംബുലൻസ് സേവനം ആരംഭിച്ചതെന്ന വാദമാണ് അവിടുത്തെ സർക്കാർ ഉന്നയിക്കുന്നത്. പ്രാഥമിക ചികിത്സയും അത്യാവശ്യ മെഡിക്കൽ ഉപകരണങ്ങളും വേഗത്തിൽ സംഭവ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് രോഗിയെ അവിടെ സ്ഥിരതയിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്നും പറയുന്നു. അതേസമയം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ആരോഗ്യ രംഗത്തെ പരിമിതികളുടെയും പശ്ചാത്തലത്തിൽ ഈ സംവിധാനത്തെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗതാഗത കുരുക്ക് മറികടന്നുകൊണ്ട് തന്നെ ഫാസ്റ്റ് റെസ്പോൺസ് സേവനം വേഗത്തിലാക്കുക എന്ന പ്രായോഗിക ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ സൈക്കിൾ ആംബുലൻസ് ഓൺലൈൻ പരിഹാസത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ വളരെ തിരക്കേറിയ നഗരമായ കറാച്ചിയിൽ നിന്ന് ഈ സൈക്കിളിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ലോകം പറക്കുന്ന ICU, എയർ ആംബുലൻസുകൾ, ഡ്രോൺ അധിഷ്ഠിത മെഡിക്കൽ സേവനങ്ങൾ എന്നിവ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉപഭോക്താക്കളാകട്ടെ സൈക്കിൾ ആംബുലൻസിനെ പരിഹസിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ മോശം സാമ്പത്തിക സ്ഥിതി കാരണം സൈക്കിൾ ആംബുലൻസുകളാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യൽ ഉപഭോക്താക്കൾ ഇവിടെ വലിയ രീതിയിൽ ഈ ഒരു ഇതിനെ പരിഹസിക്കുന്നുണ്ട്. പ്രധാനമായും പാകിസ്ഥാന്റെ സൈക്കിൾ ആംബുലൻസുകളുടെ പേരിൽ ഷെഹബാസ് ഷെരീഫും അസീം മുനീറും പരിഹസിക്കപ്പെടുന്നു എന്നതാണ് പ്രധാന കാര്യം. ഈ സംരംഭത്തിന് ഒരു വർഷത്തിലേറെ തന്നെ പഴക്കമുണ്ട്. 2025 മെയ് മുതൽ തന്നെ ഈ സേവനം പ്രവർത്തിക്കുന്നു. അതുമാത്രമല്ല, വലിയ രീതിയിൽ സിന്ധ് ഇന്റഗ്രേറ്റഡ് എമർജൻസി ആൻഡ് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ റെസ്ക്യൂ 1122 എന്നതാണ് ഇത് അറിയപ്പെടുന്നത്. കറാച്ചിയിലെ പരമ്പരാഗത ആംബുലൻസുകൾക്ക് പകരമായി തന്നെ പ്രായോഗിക വെല്ലുവിളി നേരിടുവാനും ആദ്യ പ്രതികരണത്തിനായി തന്നെ പ്രവർത്തിക്കുവാനുമാണ് സൈക്കിൾ ആംബുലൻസുകൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇത് ആരംഭിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം എന്താണ് എല്ലാവരും പരിശോധിക്കുന്നത്. പാകിസ്ഥാനിലെ കറാച്ചി തിരക്കേറിയ തെരുവുകൾക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടുങ്ങിയ ഇടവഴികൾക്കും പേര് കേട്ടതാണ്. കറാച്ചിയിലെ കനത്ത ഗതാഗത കുരുക്കും ഇടുങ്ങിയ തെരുവുകളും കാരണം വലിയ ആംബുലൻസുകൾക്ക് രോഗികളിലെ അവരുടെ അതായത് ആശുപത്രിയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ മൗണ്ട് സൈക്കിളുകൾക്ക് തിരക്കേറിയ പ്രദേശങ്ങളിൽ രോഗികളിലേക്ക് വേഗം എത്തിച്ചേരാനാകും. കറാച്ചിയിലെ ഈ സൈക്കിൾ ആംബുലൻസ് ആകട്ടെ ഒരു സാധാരണ ആംബുലൻസ് എന്നതിനുപരിയായി തന്നെ പ്രഥമ ശുശ്രൂഷ, ഓക്സിജൻ പിന്തുണ, നെബുലൈസേഷൻ, മറ്റ് അവശ്യ പരിചരണം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ പരിശീലനം ലഭിച്ച വനിതാ വോളണ്ടിയർമാരാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ ഇത് വളരെയധികം ശ്രദ്ധേയമായി തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അടിയന്തര പ്രതികരണം മെച്ചപ്പെടുത്തുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതാകട്ടെ വലിയ രീതിയിൽ ഒരു പരിഹാസത്തിന് കാരണമാവുകയും മീമുകളും പ്രളയങ്ങൾ, അതായത് മീമുകളുടെ ഒരു പ്രളയം തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ആംബുലൻസിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിന്റെ സൈക്കിൾ ആംബുലൻസോടുകൂടി തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും എത്തരമൊരു കണ്ടുപിടുത്തമാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം ഇവർ നടത്തിയിരിക്കുന്നല്ലോ, ഇത് മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സംഭാവനകൾ ലോകം എപ്പോഴും ഓർക്കുമെന്നും ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യം പാകിസ്ഥാന്റെ മുന്നിലുണ്ടോ, അല്ലെങ്കിൽ അവർ സാമ്പത്തികമായി തന്നെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്നത് വിളിച്ചോതാൻ വേണ്ടിയാകാം ഇത്തരത്തിൽ സൈക്കിൾ റെസ്ക്യൂ പോലുള്ള രീതി അവർ അവിടെ അവലംബിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു രീതിയിലുള്ള വിലയിരുത്തലുകളായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.